പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും ആഗോള വിപണിയിലെ ആശങ്കകൾക്ക് ആശ്വാസം. സൗദി അറേബ്യയുടെ എണ്ണ വിതരണ ശൃംഖല സാധാരണ നിലയിലേക്ക്. പശ്ചിമേഷ്യയിലെ അക്രമങ്ങളെ തുടർന്ന് ഭാഗികമായി തടസ്സപ്പെട്ടിരുന്ന രാജ്യത്തെ പ്രധാന എണ്ണ പൈപ്പ് ലൈൻ വീണ്ടും പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ചതായി സൗദി ഊർജ്ജ മന്ത്രാലയം. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും ആഗോള വിപണിയിലെ ആശങ്കകൾക്ക് ആശ്വാസമായി സൗദി അറേബ്യയുടെ എണ്ണ വിതരണ ശൃംഖല സാധാരണ നിലയിലേക്ക് മാറുകയാണ്. പശ്ചിമേഷ്യയിലെ ആക്രമണങ്ങളെ തുടർന്ന് ഭാഗികമായി തടസ്സപ്പെട്ടിരുന്ന രാജ്യത്തെ പ്രധാന എണ്ണ പൈപ്പ് ലൈൻ വീണ്ടും പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ചതായാണ് ഇപ്പോൾ സൗദി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചത്. ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന വിതരണം യുദ്ധകാലാടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് സാധാരണ നിലയിലേക്കാക്കിയത്. പശ്ചിമേഷ്യയിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണപ്പാടങ്ങൾക്കും പൈപ്പ് ലൈനുകൾക്ക് ചുറ്റും സൗദി അറേബ്യ സുരക്ഷാ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. സൗദിയുടെ കിഴക്കൻ തീരത്തുള്ള മനീഫ എണ്ണപ്പാടത്തെ ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 3 ലക്ഷം ബാരൽ എന്ന പൂർണ്ണ ശേഷിയിലേക്ക് പുനഃസ്ഥാപിച്ചതായും മന്ത്രാലയം അറിയിച്ചു. ആക്രമണങ്ങളിൽ ഈ എണ്ണപ്പാടത്തിന് കേടുപാടുകളും സംഭവിച്ചിരുന്നു. അതേസമയം ആക്രമണത്തെ തുടർന്ന് പ്രതിദിനം 3 ലക്ഷം ബാരൽ ഉൽപ്പാദനശേഷി നഷ്ടപ്പെട്ട ഖുറൈസ് എണ്ണപ്പാടത്തെ ഉൽപ്പാദനം സാധാരണ നിലയിലേക്കാക്കാനുള്ള ശ്രമങ്ങളും അധികൃതർ ഇപ്പോഴും തുടരുകയാണ്. ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈനിലെ പമ്പിംഗ് സ്റ്റേഷന് നേരുണ്ടായ ആക്രമണത്തെ തുടർന്ന് പ്രതിദിന ഉൽപ്പാദനത്തിൽ 7 ലക്ഷം ബാരലിന്റെ കുറവുണ്ടായതായി സൗദി പ്രസ് ഏജൻസി കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. മനീഫ ഖുറൈസ് എണ്ണപ്പാടങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണം മൂലം പ്രതിദിനം മൊത്തം 6 ലക്ഷം ബാരലിന്റെ കുറവുണ്ടായതായും ഊർജ്ജ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ദുർബലമായ ഒരു വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഹോർമസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇപ്പോഴും പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. വെടിനിർത്തൽ ആരംഭിച്ച ബുധനാഴ്ചയ്ക്കും വെള്ളിയാഴ്ചയ്ക്കും ഇടയിൽ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം വഴി വെറും 22 കപ്പലുകൾ മാത്രമാണ് കടലിടുക്ക് കടന്നത്. യുദ്ധത്തിന് മുമ്പ് പ്രതിദിനം 135 കപ്പലുകൾ ഇതുവഴി കടന്നുപോയിരുന്നു. വിതരണം സാധാരണ നിലയിലായെന്ന വാർത്ത പുറത്തുവരുന്നതോടെ ആഗോള എണ്ണ വിപണിയിൽ അനിശ്ചിതത്വം കുറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.